ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദി ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ ഈ വെളുത്തുള്ളി പ്രഗ്നൻ്റ് ആകാനായിട്ട് സഹായിക്കുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ കൊണ്ടുവന്ന് തരുന്നുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെളുത്തുള്ളി കഴിക്കുന്നത് നമ്മുടെ ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും നമ്മളെ ക്രോമസോമൽ ഡിഫിക്കൽട്ടീസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ബോഡിയിൽ നിന്നുള്ള ടോക്സിൻസ് റിമൂവ് ചെയ്യുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും നമ്മുടെ സെക്സ് ഡ്രൈവ് സെക്സ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. സാധാരണയായിട്ട് ഒരു സ്ത്രീ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഓവുലേഷനൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ, മെഡിസിൻ ഒന്നും എടുക്കാതെ നാച്ചുറലി ഓവുലേഷൻ നടക്കുന്നുണ്ടെങ്കിൽ, അത് പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലിറ്റി നടക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, ഓവുലേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് മെഡിസിൻസിലൊക്കെ തന്നെ ഒരുപാട് സൈഡ് എഫക്ട്സ് നമുക്ക് ഉണ്ടാകും. ഓവറിയെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓവറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ നമുക്ക് ഉണ്ടാകുന്നതിനും അതുമൂലം ഭാവിയിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും അത് കാരണമാകുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് നാച്ചുറൽ ആയിട്ടുള്ള രീതിക്കാണ് നമ്മൾ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് നോക്കുന്നതെങ്കിൽ അത് നമ്മളിൽ ഒരുപാട് ഗുണങ്ങൾ കൊണ്ടുവന്ന് തരികയും ചെയ്യും. അപ്പോൾ ഈ വെളുത്തുള്ളി പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളിൽ ഓവുലേഷൻ നടക്കുന്നത് സഹായിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞിന് എന്തെങ്കിലും ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഈ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് കുഞ്ഞിനുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് റെക്കറൻ്റ് ആയിട്ട് മിസ്കാരേജ് ഉണ്ടാകുന്നത്. കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടാകാതെ പോകുന്നതും കുഞ്ഞിന് ഗ്രോത്ത് നഷ്ടപ്പെട്ട് പോകുന്നതും ഇത്തരത്തിലുണ്ടാകുന്ന അബ്നോർമാലിറ്റീസ് ഒക്കെ കൊണ്ടാണ്. അതെല്ലാം ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നത് മൂലം നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടും റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് മാത്രമല്ല ഓരോ ഭാഗത്തോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിനും അത് നിങ്ങളെ സഹായിക്കുന്നു. വെളുത്തുള്ളി എങ്ങനെ ഉപയോഗിക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. കണ്ടിട്ടില്ല എങ്കിൽ ദി ചൂസ് വേൾഡ് ഗാർലിക് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള രീതിക്ക് നിങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉള്ളവർക്ക് പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ കഴിക്കേണ്ടത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഈ ടൊമാറ്റോ കഴിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾ, എസ്പെഷ്യലി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ട് ഒരുപാട് ബെനിഫിറ്റുകൾ അത് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഈ ടൊമാറ്റോയിൽ അടങ്ങിയിട്ടുള്ള ലിക്കോഫിൻ നമ്മുടെ ടൊമാറ്റോയിൽ അടങ്ങിയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. ഈ ഒരു ന്യൂട്രിയൻ്റ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ക്വാളിറ്റി ഉള്ള ഒരു എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഓവുലേഷനും അതുപോലെ തന്നെ പീരിയഡ്സിൻ്റെയും പ്രോബ്ലം ക്യൂർ ചെയ്യുന്നതിനും സഹായിക്കുന്നു. ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നാച്ചുറലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഓവുലേഷൻ നടക്കുന്നതിനും അത് സഹായിക്കുന്നു. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് സ്പേമിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതിനും അതുപോലെ തന്നെ സ്പേമിന് ഒരു ഷേപ്പ്, ഒരു ഘടന കൊടുക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ദി ചൂസ് വേൾഡ് ടൊമാറ്റോ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങളത് കണ്ടു നോക്കാം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഴവർഗ്ഗങ്ങൾ കഴിക്കാനാണ്. അവോക്കാഡോ, ബനാന, ഗുവാവ, അതായത് പഴങ്ങൾ, അവോക്കാഡോ, പേരയ്ക്ക, ഇതെല്ലാം തന്നെ നമ്മളിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നവയാണ്. പേരയ്ക്കൊക്കെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് കൊണ്ടുവന്ന് തരുന്നുണ്ട്. ഇതെല്ലാം കഴിക്കുന്നതോടുകൂടെ നമ്മൾ ഇത്തരം കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് പ്രഗ്നൻസി ആകും. നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള അധികം റേറ്റ് ഇല്ലാത്തവയൊക്കെയാണ് ഈ പേരയ്ക്കയും അതുപോലെ തന്നെ പഴവും ഒക്കെ. നമ്മൾ ഒരു ദിവസം ഒരു പഴമോ അല്ലെങ്കിൽ ഒരു ഏത്തപ്പഴമോ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെങ്കദളിപ്പഴം ഇതെല്ലാം കഴിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പേരയ്ക്കയും ഒരു ദിവസം ഒരെണ്ണം വീതം കഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഒരുപാട് ബെനിഫിറ്റുകൾ കൊണ്ടുവന്ന് തരുന്നു കേട്ടോ. അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാനാണ്. ഡ്രൈ ഫ്രൂട്ട്സിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ന്യൂട്രിയൻസ്, നമ്മുടെ ഒരുപാട് വിറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് സഹായിക്കുന്നു. ഫൈബർ, അതുപോലെ ഫോളേറ്റ്, അതുപോലെ സിങ്ക്, ഇങ്ങനെയുള്ള ഒരുപാട് വിറ്റമിൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള വാൾനട്ട്, അതുപോലെ ബദാം, കാഷ്യൂനട്ട്, അതുപോലെ ഉണക്കമുന്തിരി, ഡ്രൈ ഫിഗ്, ഇതെല്ലാം തന്നെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് തരുന്നതാണ് കേട്ടോ. ഈ ഡ്രൈ ഫ്രൂട്ട്സിനെ പറ്റിയിട്ടുള്ള വീഡിയോയും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സിനെ എടുത്ത് പറഞ്ഞിട്ട് അവയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നതിനെ പറ്റിയിട്ടും വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഓവുലേഷൻ നടക്കുന്നത് മുതൽ ഒരു കുഞ്ഞാഗ്രഹം ആകുന്നത് വരെയുള്ള ഓരോ സ്റ്റേജിലും നമുക്ക് സപ്പോർട്ട് നൽകുന്നവയാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾ ഉപയോഗിക്കാം.
ബദാമൊക്കെ നമ്മൾ രാത്രി കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിനും നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിനും അതെല്ലാം ഒരുപാട് സഹായിക്കും കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോൾ കിട്ടുന്നുണ്ട് എന്ന് വെച്ചിട്ട് ഒരിക്കലും കൂടുതലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കാനായിട്ട് പാടില്ല. കാരണം കൂടുതലായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഫൈബർ ചെല്ലുന്നതിന് അത് കാരണമാകുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. നമുക്ക് ലൂസ് മോഷൻ ഉണ്ടാകുന്നതിനും ഡയറിയ ഉണ്ടാകുന്നതിനും ഇത് കാരണമാകും കേട്ടോ. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഒരു 3-4 കാഷ്യൂനട്ട്, 3-4 ബദാം, 3-4 പിസ്ത അങ്ങനെ എടുത്തിട്ട് നിങ്ങൾ കഴിക്കുക കേട്ടോ. അതുപോലെ ബ്രേസിൽ നട്ട്, അതുപോലെ തന്നെ ഡ്രൈ ഫിഗ്, ഇതെല്ലാം തന്നെ കുറച്ച് അളവിൽ ഒരു 2-3 മാക്സിമം എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഒരു സ്നാക്സ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഒരു പടി ഉയർത്തുന്നതിനും അത് സഹായിക്കുന്നു. നമ്മൾ കഴിക്കുന്ന മറ്റുള്ള ഗുളികകളെ വെച്ച് നോക്കുമ്പോഴേക്കും ഇതെല്ലാം കഴിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള രീതിക്ക് നമ്മളിതെല്ലാം കഴിക്കുമ്പോൾ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് നാച്ചുറലി കിട്ടും. മറ്റുള്ള മെഡിസിനുകൾ എടുക്കുന്ന സമയത്ത് ഒരുപാട് സൈഡ് എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് ആണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ട് അതിനൊന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുമ്പോൾ, ഹോർമോൺസിൻ്റെ മെഡിസിൻ നമ്മൾ എടുക്കുമ്പോഴേക്കും അതുമൂലം ഒരുപാട് സൈഡ് എഫക്ട്സ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. ഇതെല്ലാം ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിക്ക് ട്രൈ ചെയ്യുന്നത് നമ്മളെ ഒരുപാട് സഹായിക്കും. നമ്മൾ വെളുത്തുള്ളി കഴിക്കുന്നതും ടൊമാറ്റോ കഴിക്കുന്നതും ഒക്കെ നമ്മൾ ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. നമ്മൾ ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആവുന്നതിന് സഹായിക്കും. അപ്പോൾ പ്രൊജസ്ട്രോൺ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സൈഡ് എഫക്ട്സും ലെട്രസോൾ മെഡിസിൻ എടുക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സൈഡ് എഫക്ട്സും ഒക്കെ ഈ ഓരോ കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നില്ല, പക്ഷേ ബെനിഫിറ്റുകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ നാച്ചുറലി പ്രഗ്നൻ്റ് ആകാനായിട്ട് ഇത് നിങ്ങളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ ഈ ഭക്ഷണങ്ങൾ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള രീതിക്ക് കഴിക്കുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ലാർജായി പോകും. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഉൾപ്പെടുത്താൻ കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ടോപ്പിക്കിനൊക്കെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.